ഞാനിവരുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞു, അച്ഛാ മക്കളൊക്കെ അമേരിക്കയിലല്ല, എല്ലാം രക്ഷപ്പെട്ടു കേട്ടോ അച്ഛാ. അപ്പോൾ വിസ പുതുക്കാൻ വേണ്ടി അവൾ പോയിരിക്കുക. ഞാൻ ചോദിച്ചു, അപ്പോൾ ഭക്ഷണമൊക്കെ തരില്ലേ? ഭക്ഷണം തരില്ല അച്ഛാ. എന്ത് തരില്ല? ഞാൻ പായിട്ടും ഉള്ളൂ അപ്പിയിടും, അതുകൊണ്ട് രാത്രി എനിക്ക് വെള്ളവും തരില്ല ഭക്ഷണവും തരില്ലെന്ന്. പായിട്ടുമുള്ളൂ അപ്പിയിടുമെന്നും പറഞ്ഞ് ഈ അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കണം. ഇവളുടെ ഒക്കെ അപ്പി കോരിയതല്ലേ അമ്മ, എന്തുമാത്രം അപ്പി കോരിയിട്ടുണ്ട്. എന്നിട്ട് ഈ അമ്മ അപ്പിയിടുമെന്നും പറഞ്ഞ് ഭക്ഷണം കൊടുക്കാതെ ഈ എല്ലും തൊലിയായിരിക്കണേ. എൻ്റെ അപ്പൻ ഞങ്ങളോട് പറയുമായിരുന്നു, മക്കളെ എനിക്കാണ് നിങ്ങളുടെ അമ്മൂമ്മയെ ശുശ്രൂഷിക്കാനുള്ള ഭാഗ്യം ലഭിച്ചത്. എന്നിട്ട് അമ്മൂമ്മ മരിക്കാൻ നേരത്ത് അപ്പനോട് പറഞ്ഞു, അപ്പൻ്റെ പേര് ആന്റണി എന്നാണ്, വീട്ടിൽ വിളിക്കണ അന്തപ്പൻ എന്നാ, അന്തപ്പ നിനക്കൊരു കുറവും ഉണ്ടാവില്ലെന്ന്. എന്നിട്ട് അപ്പൻ ഇന്നും അപ്പം പറയും, അപ്പം മരിച്ചു പോയിട്ടോ 1992 ഇതുപോലെ അച്ഛൻ ബോൾഗാട്ടിയിൽ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അപ്പം മരിച്ചുപോയി. അപ്പം പറഞ്ഞ വാക്കെന്താണെന്നറിയാമോ? അമ്മുമ്മയെ ശുശ്രൂഷിച്ചതിൻ്റെ കൃപയാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. ഒരു 10 വർഷത്തിന് മുൻപ് അമൃത ആസ്പത്രിയിൽ നവംബർ 1-ാം തീയതി ഒരമ്മച്ചി മരിച്ചു. തൃശ്ശൂർക്കാരത്തിയാ. അവർ താമസിക്കുന്നത് ഇവിടെയാ, വലിയ ബിസിനസ്സുകാരാ. ഞാൻ ശ്രദ്ധിച്ചു, അവർ 14 മക്കളാണ്, 7 ആണ് 7 പെണ്ണുമാണ്, 30 പേരക്കിടാങ്ങളുണ്ട്. 4 മുറിയെടുത്ത് അമ്മ മരിക്കുന്നത് വരെയും എല്ലാവരും ഉണ്ടായിരുന്നു. 14 മക്കളും 30 പേരക്കിടാങ്ങളും ഉണ്ടായിരുന്നു. രോഗീലേപനം കൊടുത്തത് ഈ കരങ്ങളാ. എന്നിട്ട് ഇപ്പോഴും 10 വർഷമായെങ്കിലും ഈ അമ്മ ഇരുന്ന തറവാട്ടിലെ കസേരയില് ഇളയ മകനൊരു റോസാ പുഷ്പം ഇന്നും വയ്ക്കും, മുടങ്ങാറില്ല. ബൈബിളിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതിനാൽ പുരുഷനും സ്ത്രീയും മാതാപിതാക്കളെ വിട്ട് അവരൊരു ശരീരമായി തീരും, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുതെന്ന് ബൈബിളിൽ പറഞ്ഞേക്കണത് നെൽസൺ ജോബച്ചൻ വായിച്ചിട്ടില്ലയോ? അപ്പൊ ഞാൻ പറഞ്ഞിടാ മോനെ, ഇത് പൗലോസ് ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 6-ാം അധ്യായം നീ വായിക്കടാ. അതിലെന്താ പറഞ്ഞേക്കണത്? മക്കളെ, നിങ്ങൾക്ക് ശ്രേയസ്സും ദീർഘായുസ്സും ഉണ്ടാവാൻ അപ്പനെ അമ്മനെ ആദരിക്കുക, സ്നേഹിക്കുക, വാർദ്ധക്യം വരെ ശുശ്രൂഷിക്കുക വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പനയാണ്. പ്രൈസ് ദ ലോർഡ്. അപ്പനെയോ അമ്മയെയോ ആദരിക്കുന്നവൻ അവൻ അനുഗ്രഹിക്കപ്പെടും. തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം വായിക്കണം കേട്ടോ. തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം ഒരപ്പൻ മകന് കൊടുത്ത 10 കൽപ്പനകളാ. അതിൽ ആദ്യത്തെ കൽപ്പന എന്താണ്? അമ്മയെ ആദരിക്കണം, അമ്മയെ വേദനിപ്പിക്കരുത്. അമ്മ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ കല്ലറയുടെ സമീപത്ത്, ഇതാണ് കുടുംബ കല്ലറ എന്നൊക്കെ പറഞ്ഞതിൻ്റെ കൺസെപ്റ്റ് കിടക്കുന്നത് ബൈബിളിലാ. നമ്മുടെയൊക്കെ പല ഇടവക ദേവാലയങ്ങളും നിർമ്മിച്ച ഒരു എഞ്ചിനീയറിൻ്റെ അപ്പനും അമ്മയും എൻ്റെ ക്ലാസ്മേറ്റിൻ്റെ അപ്പനും അമ്മയുമാണ്. അവർ 60-ാം വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുമ്പോൾ ഒന്ന് ആശംസിക്കാൻ വേണ്ടി ചെന്നപ്പോൾ 2 പേരും ഉടുത്തൊരുങ്ങി പള്ളിയിൽ പോവാൻ ഒരുങ്ങിയിരിക്കുക, കുമ്പസാരിക്കാൻ. കണ്ടപ്പോൾ പറഞ്ഞു, ദൈവത്തിന് സ്തുതി, അച്ഛൻ വന്നല്ലോ, അച്ഛൻ ഇവിടെ ഇരുന്ന് ഞങ്ങളുടെ കുമ്പസാരം കേൾക്കാമോ? ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും. അങ്ങനെ 2 പേരുടെയും കുമ്പസാരമൊക്കെ കേട്ട് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, നാളെ അപ്പച്ചനെക്കുറിച്ചും അമ്മച്ചിയെക്കുറിച്ചും 2 വാക്ക് പറയാനായിട്ട് ജോസഫ് എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പച്ച അമ്മച്ചി എന്താ പറയാനുള്ളത്? പറഞ്ഞു, ഒരുപാട് പറയാനുണ്ട് മക്കളെ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വിജയം സ്നേഹമാണ്. ഇന്നും ഒരു വഴക്കുണ്ടായിട്ടില്ല. മക്കളുടെ സ്നേഹം, മക്കൾ ഞങ്ങളെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കണേ. ഈ 5 ആൺമക്കളും അവർ മദ്രാസിലും ബോംബെയിലും ഡൽഹിയിലൊക്കെയാണ്. ഓരോ മാസം ഞങ്ങളെ പ്ലെയിൻ ടിക്കറ്റ് ചാർട്ട് ചെയ്ത് കൊണ്ടുപോകണേന്ന്, ഓരോ സ്ഥലത്തും കൊണ്ടുപോകണേന്ന്. ഞാൻ ആസാമിലാണ് ജോലി ചെയ്തത്. ഞാനൊരു ബിൽഡറാണ്. ഞാൻ പള്ളികൾ, ആസാമിലൊക്കെയുള്ള പള്ളികൾ ഞാനാ പണിതത്. എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഒരു മകൻ അങ്ങനെ ആവണം. ഒരു മകൻ എൻജിനീയറാണ്, പല പള്ളിയും അവനാണ് അച്ഛൻ ഇവിടെ പണിതിട്ടുള്ളത്. അപ്പോൾ ഈ അമ്മ മുണ്ടിൻ ചട്ടയാണ്. ഇപ്പം മാർഗം കളിക്ക് മാത്രമല്ലേ കാണുള്ളൂ മുണ്ടിൻ ചട്ട. ഈ അമ്മച്ചു പറഞ്ഞാണ്, അച്ഛാ എൻ്റെ മക്കളൊക്കെ വലുതായി, ഞാൻ പഴയ 4-ാം ക്ലാസ്സുകാരി, എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. അപ്പം മക്കൾക്ക് എൻ്റെ സംസാര ശൈലിയൊക്കെ വളരെ കുറവാണ്, പിന്നെ ഞാൻ ഉറക്കെ സംസാരിക്കും. അതുകൊണ്ട് കല്യാണമാണ്, ഞാൻ അവിടെ ഇരുന്നാൽ അവർക്ക് പോക്കണം കേടാണെന്ന്. ഈ മലയാളം മനസ്സിലാവുമോ? മനസ്സിലാവുക? പോക്കണം കേടാണെന്ന് മോന് മനസ്സിലായ? മനസ്സിലായി? അതായത് അന്തസ് കേട്, അഭിമാനക്കുറവാണെന്ന്. പഴയ മലയാളമാണ് ഈ പോക്കണം കേടെന്ന് പറഞ്ഞത്. എന്നിട്ട് കരയണാണ്, അച്ഛാ
വിവാഹം കഴിഞ്ഞ് വിരുന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞ് ഇവിടെ ആക്കിയിരിക്കുന്നതാണ്. എന്ത് സങ്കടമാണ്. പൗലോസ് ശ്ലീഹ 1 കൊരിന്തോസ് 13-ാം അധ്യായം 4 തുടങ്ങി പറയുന്നുണ്ട്. സ്നേഹം കൊണ്ടൊരു വീട് പണിയാനുള്ള ടെക്നോളജിയാണ് 1 കൊരിന്തോസ് 13:4 തുടങ്ങിയുള്ള വചനങ്ങൾ. നമ്മുടെ വീട് ആശീർവദിക്കപ്പെടുന്നത് എങ്ങനെയാണ്? വിവാഹം ആശീർവദിച്ചത് എങ്ങനെയാണ്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ താലി ധരിച്ചുകൊള്ളുക. അപ്പോൾ വീടെന്ന് പറയുമ്പോൾ ഒരു ത്രികോണമാണ് അല്ലേ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. യൗസേ പിതാവ്, മാതാവ്, ഈശോ. പിന്നെ സ്ഫടികം അങ്ങനെയല്ലേ? സ്ഫടികം എങ്ങനെയാണ്? സ്പെക്ട്രം. ഈ സ്പെക്ട്രത്തിലൂടെ വെള്ളരശ്മി കടന്നുപോയാൽ എന്തുണ്ടാകും? ഒരു സ്ഫടികത്തിലൂടെ വെള്ളരശ്മി കടന്നുപോയാൽ എന്തുണ്ടാകും? നമ്മൾ ചെറുപ്പത്തിൽ സാമൂഹ്യ പാഠത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്തുണ്ടാകും? വിബ്ജിയോർ. വർണ്ണരാജി 7 കളറുണ്ടാകും. അപ്പോൾ കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് ചേരുന്ന അതിലൂടെ എന്ത് കടന്നു പോകണം? സ്നേഹം കൊണ്ടൊരു വീട് പണിയാം. 10 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് കെയറിങ് ലവ്, ശുശ്രൂഷ ജീവിതം. എന്താണ്? ശുശ്രൂഷ ജീവിതം. ഭാര്യ ഭർത്താവിനെ ശുശ്രൂഷിക്കണം, ഭർത്താവ് ഭാര്യയെ ശുശ്രൂഷിക്കണം, മാതാവ് മക്കളെ ശുശ്രൂഷിക്കണം, മക്കൾ മാതാപിതാക്കളെ ശുശ്രൂഷിക്കണം. ഇവിടെ ചോദ്യം ഉയരുന്നു, ഇന്ന് പ്രായമായ അപ്പനെയും അമ്മയെയും ആദരിക്കുന്നുവോ അവഗണിക്കുന്നുവോ? എന്തുകൊണ്ടാണ് എറണാകുളം ജില്ലയിൽ അഗതി മന്ദിരം കൂടി വരുന്നത്, ഓൾഡ് ഏജ് ഹോം കൂടി വരുന്നത്? എറണാകുളം ജില്ലയിൽ ഏകദേശം 78 ഓൾഡ് ഏജ് ഹോം ഉണ്ട് എറണാകുളത്ത്. ചെറിയ സർവേയാണ്, കഴിഞ്ഞോളത്തെ സർവേയാണ്, ഇപ്പോൾ കൂടിക്കാണും. അപ്പം മാതാപിതാക്കളെ ആദരിക്കുന്നുവോ അവഗണിക്കുന്നുവോ? ബൈബിളിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടോ? അതിനാൽ പുരുഷനും സ്ത്രീയും മാതാപിതാക്കളെ വിട്ട് അവരൊരു ശരീരമായി തീരും, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുതെന്ന് ബൈബിളിൽ പറഞ്ഞേക്കുന്നത് നെൽസൺ ജോബച്ചൻ വായിച്ചിട്ടില്ലയോ? അപ്പോൾ ഞാൻ പറഞ്ഞിടാം മോനെ, ഇത് പൗലോസ് ശ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 6-ാം അധ്യായം നീ വായിക്കടാ. അതിലെന്താ പറഞ്ഞേക്കണത്? മക്കളെ, നിങ്ങൾക്ക് ശ്രേയസ്സും ദീർഘായുസ്സും ഉണ്ടാവാൻ അപ്പനെ അമ്മനെ ആദരിക്കുക, സ്നേഹിക്കുക, വാർദ്ധക്യം വരെ ശുശ്രൂഷിക്കുക. വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പനയാണ്. പ്രൈസ് ദ ലോർഡ്. അപ്പനെയോ അമ്മയെയോ ആദരിക്കുന്നവൻ അവൻ അനുഗ്രഹിക്കപ്പെടും. തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം വായിക്കണം കേട്ടോ. തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം ഒരപ്പൻ മകന് കൊടുത്ത 10 കൽപ്പനകളാ. അതിൽ ആദ്യത്തെ കൽപ്പന എന്താണ്? അമ്മയെ ആദരിക്കണം, അമ്മയെ വേദനിപ്പിക്കരുത്. അമ്മ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ കല്ലറയുടെ സമീപത്ത്, ഇതാണ് കുടുംബക്കല്ലറ എന്നൊക്കെ പറഞ്ഞതിൻ്റെ കൺസെപ്റ്റ് കിടക്കുന്നത് ബൈബിളിലാ. ആദരിക്കുന്ന ധാരാളമുണ്ട്. എൻ്റെ അപ്പൻ ഞങ്ങളോട് പറയുമായിരുന്നു, മക്കളെ, എനിക്കാണ് നിങ്ങളുടെ അമ്മൂമ്മയെ ശുശ്രൂഷിക്കാനുള്ള ഭാഗ്യം ലഭിച്ചത്. എന്നിട്ട് അമ്മൂമ്മ മരിക്കാൻ നേരത്ത് അപ്പനോട് പറഞ്ഞു, അപ്പൻ്റെ പേര് ആൻ്റണി എന്നാണ്, വീട്ടിൽ വിളിക്കണം അന്തപ്പൻ എന്നാണ്. അന്തപ്പ, നിനക്കൊരു കുറവും ഉണ്ടാവില്ലെന്ന്. എന്നിട്ട് അപ്പൻ ഇന്നും അപ്പം പറയും, അപ്പം മരിച്ചു പോയിട്ടോ. 1992 ഇതുപോലെ അച്ഛൻ ബോൾഗാട്ടിയിൽ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അപ്പം മരിച്ചുപോയി. അപ്പം പറഞ്ഞ വാക്കെന്താണെന്നറിയാമോ? അമ്മുമ്മയെ ശുശ്രൂഷിച്ചതിൻ്റെ കൃപയാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. ഒരു 10 വർഷത്തിന് മുൻപ് അമൃത ആസ്പത്രിയിൽ നവംബർ 1-ാം തീയതി ഒരമ്മച്ചി മരിച്ചു. തൃശ്ശൂർക്കാരത്തിയാ. അവർ താമസിക്കുന്നത് ഇവിടെയാ, വലിയ ബിസിനസ്സുകാരാ. ഞാൻ ശ്രദ്ധിച്ചു, അവർ 14 മക്കളാണ്, 7 ആണ് 7 പെണ്ണുമാണ്. 30 പേരക്കിടാങ്ങളുണ്ട്. 4 മുറിയെടുത്ത് അമ്മ മരിക്കുന്നത് വരെയും എല്ലാവരും ഉണ്ടായിരുന്നു. 14 മക്കളും 30 പേരക്കിടാങ്ങളും ഉണ്ടായിരുന്നു. രോഗീലേപനം കൊടുത്തത് ഈ കരങ്ങളാ. എന്നിട്ട് ഇപ്പോഴും ഇപ്പോൾ 10 വർഷമായെങ്കിലും ഈ അമ്മ ഇരുന്ന തറവാട്ടിലെ കസേരയിൽ ഇളയ മകനൊരു റോസാ പുഷ്പം ഇന്നും വയ്ക്കും, മുടങ്ങാറില്ല. വീണ്ടും എറണാകുളത്തുള്ള ഒരു ഫാമിലി, അവരുടെ വീട്ടിൽ തിരുഹൃദയം കഴിഞ്ഞാൽ അപ്പുറവും ഇപ്പുറവും വെച്ചിരിക്കുന്നത് അപ്പൻ്റെ അമ്മയുടെയും ഫോട്ടോയാണ്. അവരുടെ കാറിലും അവരുടെ ഓഫീസിലുമുള്ളത്.
വീണ്ടും നമ്മുടെയൊക്കെ പല ഇടവക ദേവാലയങ്ങളും നിർമ്മിച്ച ഒരു എഞ്ചിനീയറിൻ്റെ അപ്പനും അമ്മയും എൻ്റെ ക്ലാസ്മേറ്റിൻ്റെ അപ്പനും അമ്മയുമാണ്. അവർ 60-ാം വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുമ്പോൾ ഒന്ന് ആശംസിക്കാൻ വേണ്ടി ചെന്നപ്പോൾ രണ്ടുപേരും ഉടുത്തൊരുങ്ങി പള്ളിയിൽ പോകാൻ ഒരുങ്ങിയിരിക്കുക, കുമ്പസാരിക്കാൻ. കണ്ടപ്പോൾ പറഞ്ഞു, ദൈവത്തിന് സ്തുതി, അച്ഛൻ വന്നല്ലോ, അച്ഛൻ ഇവിടെ ഇരുന്ന് ഞങ്ങളുടെ കുമ്പസാരം കേൾക്കാമോ? ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും. അങ്ങനെ രണ്ടുപേരുടെയും കുമ്പസാരമൊക്കെ കേട്ട് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, നാളെ അപ്പച്ചനെക്കുറിച്ചും അമ്മച്ചിയെക്കുറിച്ചും 2 വാക്ക് പറയാനായിട്ട് ജോസഫ് എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പച്ച അമ്മച്ചി എന്താ പറയാനുള്ളത്? പറഞ്ഞു, ഒരുപാട് പറയാനുണ്ട് മക്കളെ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വിജയം സ്നേഹമാണ്. ഇന്നും ഒരു വഴക്കുണ്ടായിട്ടില്ല. മക്കളുടെ സ്നേഹം, മക്കൾ ഞങ്ങളെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കണേണ്. ഈ 5 ആൺമക്കളും അവർ മദ്രാസിലും ബോംബെയിലും ഡൽഹിയിലൊക്കെയാണ്. ഓരോ മാസം ഞങ്ങളെ പ്ലെയിൻ ടിക്കറ്റ് ചാർട്ട് ചെയ്ത് കൊണ്ടുപോകണേണ്, ഓരോ സ്ഥലത്തും കൊണ്ടുപോകണേണ്. ഞാൻ ആസാമിലാണ് ജോലി ചെയ്തത്. ഞാനൊരു ബിൽഡറാണ്. ഞാൻ പള്ളികൾ, ആസാമിലൊക്കെയുള്ള പള്ളികൾ ഞാനാണ് പണിതത്. എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഒരു മകൻ അങ്ങനെ ആവണം. ഒരു മകൻ എൻജിനീയറാണ്, പല പള്ളിയും അവനാണ് അച്ഛൻ ഇവിടെ പണിതിട്ടുള്ളത്. നോക്കേ, എന്ത് സ്നേഹം, എന്ത് വാത്സല്യം. മറിച്ച് ഈ വൈപ്പിൻകരയിലെ ഒരു അനുഭവം പറയാം. ആ വൈപ്പിൻകരയിൽ മിഷൻ ധ്യാനം നടക്കുമ്പോൾ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പനും അമ്മയും AC റൂം, അവിടെ 2 ഹോം നേഴ്സ്, ഒരു ഡോക്ടർ, വിസിറ്റിംഗ് ഡോക്ടർ, ഒരു കുക്ക് എല്ലാം ഉണ്ട്. അപ്പം എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ കാർന്നവർ എന്നോട് പറഞ്ഞത് ഒരു പഴമൊഴിയാണ്. അച്ചോ, പണ്ട് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടില്ലേ, മക്കളെ കണ്ടും മാമ്പും കൊണ്ടും കൊതിക്കരുന്ന് പറഞ്ഞതാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്ന്. ഈ പ്രായമുള്ള അപ്പനും അമ്മയും ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പച്ചനും അമ്മച്ചിക്ക് എന്തിൻ്റെ കുറവാണ്? AC മുറി, ഡോക്ടേഴ്സ് എല്ലാം ഉണ്ടല്ലോ, പിന്നെ എന്തിൻ്റെ കുറവാണ്? അത് തന്നെയാണ് എൻ്റെ മക്കളും ചോദിച്ചത്, അച്ഛനും ചോദിക്കണത്. കുറവുണ്ടച്ചോ, കുറവുണ്ട്. അച്ഛനത് മനസ്സിലാവില്ല. ഞങ്ങളുടെ മക്കളൊക്കെ പുറത്താ, അവരെല്ലാം PR ഒക്കെ കിട്ടി അവിടെ തന്നെയാണ്. അവർക്ക് ഇങ്ങോട്ട് വരാൻ സമയമൊന്നുമില്ല. ഞങ്ങൾക്ക് ആ മക്കളെയും പെരക്കിടാങ്ങളെയൊക്കെ ഒന്ന് കെട്ടിപ്പുണരണമെന്ന് ആഗ്രഹമുണ്ട്. മെഡിക്കൽ ട്രസ്റ്റ് ആസ്പത്രിയിൽ വല്ലാർപാടത്തുള്ളൊരു അപ്പച്ചൻ കിടക്കുക. അപ്പച്ചൻ്റെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർ പറഞ്ഞു, അച്ഛാ അദ്ദേഹം 1 മാസം കൂടി ജീവിക്കും, അച്ഛന് പരിചയമുണ്ടെങ്കിൽ ഒന്ന് മക്കളോടൊക്കെ വരാൻ പറഞ്ഞാൽ മതിയെന്നു. ഞാൻ ഉടനെ കോണ്ടാക്ട് ചെയ്തു. അവരെല്ലാവരും വന്നു. ഇങ്ങനെ ഇൻറ്റൻസീവ് കയറി കിടന്ന് വെച്ചാൽ ആളുണ്ടല്ലോ, ഈ ഓക്സിജനൊക്കെ കൊടുത്തേക്കുന്ന ആൾ കംപ്ലീറ്റ് ഫ്രീ ആയി. കാരണം എന്താണ്? മക്കളുടെ സാമീപ്യം, അവരുടെ ആ അടുപ്പം. 1 മാസം കൂടി ആ മനുഷ്യൻ ജീവിച്ചു. പറഞ്ഞു വെച്ചത് നമ്മുടെയൊക്കെ ഇടവകകളിലും കുടുംബങ്ങളിലും അപ്പനും അമ്മനെ നന്നായി ശുശ്രൂഷിക്കുന്നവരുണ്ട്. ഇതൊരു പുറം. ഇനി പിന്നാമ്പുറം എന്ന് പറഞ്ഞോട്ടെ, ഞാൻ കുറേ വർഷങ്ങളായി ഓൾഡ് ഏജ് ഹോമിലാണ് കുർബാന അർപ്പിച്ചു വരുന്നത്. അപ്പം 2 ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മറവി എന്നുള്ള പുണ്യമുള്ളത് കൊണ്ട് ഞാൻ പറയാം. അപ്പോൾ ഒരു ദിവസം ഒരു അമ്മച്ചി കരഞ്ഞുകൊണ്ടിരിക്കണേണ്. ഞാൻ ചോദിച്ചു, എന്താ കരയണത്? അച്ഛൻ വീട്ടിൽ കല്യാണമാണ്. അതിനെന്താ കരയണ? സന്തോഷിക്കല്ലേ? കരയാൻ കാര്യമുണ്ട്. മുണ്ടിൻചട്ടേണേ, മുണ്ടിൻചട്ടനൊക്കെ പറഞ്ഞ് മനസ്സിലാവും. ഇപ്പം ഇവിടെ ഒരു 8 ഇല്ല കേട്ടാ. അപ്പോൾ ഈ അമ്മ മുണ്ടിൻചട്ടയാണ്. ഇപ്പം മാർഗം കളിക്ക് മാത്രമല്ലേ കാണുള്ളൂ മുണ്ടിൻചട്ടൻ. ഈ അമ്മച്ചു പറഞ്ഞാണ്, അച്ഛാ എൻ്റെ മക്കളൊക്കെ വലുതായി, ഞാൻ പഴയ 4-ാം ക്ലാസ്സുകാരി, എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. അപ്പം മക്കൾക്ക് എൻ്റെ സംസാര ശൈലിയൊക്കെ വളരെ കുറവാണ്. പിന്നെ ഞാൻ ഉറക്കെ സംസാരിക്കും. അതുകൊണ്ട് കല്യാണമാണ്, ഞാൻ അവിടെ ഇരുന്നാൽ അവർക്ക് പോക്കണം കേടാണെന്ന്. ഈ മലയാളം മനസ്സിലാവുമോ? മനസ്സിലാവുക? പോക്കണം കേടാണെന്ന് മോന് മനസ്സിലായ? മനസ്സിലായി. അതായത് അന്തസ് കേട്, അഭിമാനക്കുറവാണെന്ന്. പഴയ മലയാളമാണ് ഈ പോക്കണം കേടെന്ന് പറഞ്ഞത്. എന്നിട്ട് കരയണേണ്. അച്ഛാ വിവാഹം കഴിഞ്ഞ് വിരുന്ന് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഇവിടെ ആക്കിയിരിക്കണേണ്. എന്ത് സങ്കടമാണ് അല്ലേ? ശരിയല്ലേ? ഏതൊരു അമ്മൂമ്മയ്ക്കല്ല, 3-ാമത്തെ തലമുറയായി ഈ അമ്മൂമ്മ കരയണേണ്. കണ്ടാ, ഒരു അമ്മൂമ്മ ഉള്ളത് വലിയൊരു അഭിഷേകമല്ലേ ആ വീട്ടിലൊരു കാർന്നൊത്തിയുള്ളത്. പലതലമുറ കാണാനുള്ള ഭാഗ്യം കൊടുത്തിട്ട് മക്കളതിന് കൊടുക്കണില്ല. വേറൊരു അമേരിക്കക്കാരത്തിൻ്റെ അമ്മനെ ഞാൻ പരിചയപ്പെടുത്താം. സൊമാലിയയിലെ ആൾക്കാരെ കണ്ടിട്ടില്ലേ? എല്ലും തൊലിയാണ്. നമുക്ക് വേണമെങ്കിൽ എക്സിബിഷന് കൊണ്ടുപോകാം, ആ സ്കെൽട്ടൺ പോലെ ഇരിക്കണത്. ഒരു അമ്മമ്മ,
അമ്മാമ്മ ക്ഷീണിച്ചിരിക്കണേ. അപ്പൊ സിസ്റ്റർ പറഞ്ഞ, അയ്യോ അച്ഛൻ ആദ്യം വന്ന കോലം കാണേണ്ടതായിരുന്നു. ഇപ്പൊ ഞങ്ങൾ ബൂസ്റ്റും ബോൺവിറ്റൊക്കെ കൊടുത്ത് ഇപ്പൊ ഐ ആം എ കൊംപ്ലാൻ ഗേൾ എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പൊ ഇരിക്കണത്. ഞാൻ ഇവരുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞു, അച്ഛാ മക്കളൊക്കെ ഇല്ല അമേരിക്കയിലല്ല, എല്ലാം രക്ഷപ്പെട്ട് കിട്ടാ അച്ഛാ. അപ്പോൾ വിസ പുതുക്കാൻ വേണ്ടി അവൾ പോയിരിക്കുക. ഞാൻ ചോദിച്ചു, അപ്പം ഭക്ഷണമൊക്കെ തരില്ലേ? ഭക്ഷണം തരില്ല അച്ഛാ. എന്ത് തരില്ല? ഞാൻ പായിട്ടുമുള്ളൂ അപ്പിയിടും, അതുകൊണ്ട് രാത്രി എനിക്ക് വെള്ളവും തരില്ല ഭക്ഷണവും തരില്ലെന്ന്. പായിട്ടുമുള്ളൂ അപ്പിയിടുമെന്നും പറഞ്ഞ് ഈ അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കണം. ഇവളുടെയൊക്കെ അപ്പി കോരിയതല്ലേ അമ്മ? എന്തുമാത്രം അപ്പി കോരിയിട്ടുണ്ട്. എന്നിട്ട് ഈ അമ്മ അപ്പിയിടുമെന്നും പറഞ്ഞ് ഭക്ഷണം കൊടുക്കാതെ ഈ എല്ലും തൊലിയായിരിക്കണേ. ആശ്രമത്തിൻ്റെ അടുക്കൽ ഒരു ചീക്കുച്ചേട്ടനുണ്ട്. ഈ ചാക്കോ തോമസ് എന്നൊക്കെ പറഞ്ഞ് ചീക്കു എന്ന് വിളിക്കും. ഈ ചീക്കുച്ചേട്ടന് 73 വയസ്സുണ്ട്. ഈ ചീക്കുച്ചേട്ടൻ എൻ്റെ അടുത്ത് ഒരു ദിവസം ഒന്ന് കരയണേന്ന്. സാധാരണ പുരുഷന്മാർ കരയില്ല. കരയാൻ ഡോക്ടറേറ്റുള്ള ആർക്കാണ്? നിങ്ങൾക്കാണ്. ഓക്കെ. പുരുഷന്മാർ കരയില്ല, പിടിച്ചു നിൽക്കും, ചങ്കൂറ്റത്തോടെ പിടിച്ചു നിൽക്കും. ഈ മനുഷ്യൻ പൊട്ടിപ്പോയി. ഞാൻ ചോദിച്ചു, എന്താ ചാക്കോച്ചേട്ടൻ ഇങ്ങനെ കരയുന്നത്? അച്ഛൻ അറിയാലോ, ഞാനൊരു കാർപ്പൻ്ററാണ്, ഞാൻ മദ്യപിക്കില്ല, പുകവലിക്കില്ല, എൻ്റെ 3 മക്കളെ ഞാൻ കെട്ടിച്ചയച്ചു, 3ാമൻ്റെ കൂടെയാണ് ഞാൻ താമസിക്കുക തറവാട്ടിൽ. എനിക്ക് വയ്യ, ഒരു 20 രൂപ എനിക്ക് വേണം 2 ഗുളിക മേടിക്കാൻ. ചോദിച്ചിട്ട് തന്നില്ല അച്ഛാ. സങ്കടം എന്താണെന്നറിയാമോ? അവര് ബാംഗ്ലൂരിൽ നിന്നൊരു കൗതുക പൂച്ചനെ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു ഫാൻസി പൂച്ചനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് എന്തോ അസുഖമായിട്ട് അവള് വണ്ടി വിളിച്ച് മൃഗാശുപത്രി കൊണ്ടുപോയി. അത് കണ്ടപ്പോൾ പൊട്ടിപ്പോയി അച്ഛാ. ഞാൻ പറഞ്ഞുപോയി, മോളെ പൂച്ചക്ക് കൊടുക്കണ പരിഗണനെങ്കിലും അപ്പിച്ചിക്ക് തന്നുകൂടെ എന്ന് പറഞ്ഞുപോയി. അതോടെ തീർന്നു അച്ഛാ. ഇപ്പം എനിക്ക് ഭക്ഷണവും തരില്ല, ഞാൻ ഇവിടുത്തെ കഞ്ഞി കുടിച്ചാണ് തൃപ്തി അടയണത്. ഒരുപാട് അച്ഛന് പറയാനുണ്ട് അനുഭവങ്ങൾ. ഇപ്പോൾ വാർദ്ധക്യം ആദരിക്കുന്നുവോ അവഗണിക്കുന്നുവോ? കെയറിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ശുശ്രൂഷ ജീവിതം വാർദ്ധക്യം മാത്രമല്ല, ഭാര്യയെ ശുശ്രൂഷിക്കണം, ഭർത്താവിനെ ശുശ്രൂഷിക്കണം, മക്കളെ ശുശ്രൂഷിക്കണം, അപ്പൻ കൂടെ ഉണ്ടാവണം. അപ്പൻ്റെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ 3 വർഷത്തിന് മുൻപ് 34 വയസ്സുള്ള ഒരു 2 മക്കളുടെ അമ്മ 24കാരൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി കൊച്ചിയിൽ. ഞാൻ ഈ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കയറിയ ആളാണ്. കാരണം ഈ കുടുംബമായിട്ട് ബന്ധമുള്ളത് കൊണ്ടാണ്. എന്തേ പോയി? ഇയാൾക്ക് 100 ട്രെയിലറുണ്ട്. ട്രെയിലർ എന്ന് വെച്ചാൽ മനസ്സിലായില്ല, നീളമുള്ള വണ്ടിയില്ലേ, നീളമുള്ള വണ്ടി 100 എണ്ണം ഉണ്ട് അവർക്ക്, ആ കുടുംബത്തിന്. അപ്പോൾ എന്താ കോടികളുടെ ആസ്തിയാണ്. അത് ഷെയറാണ്. ഭാര്യയ്ക്ക് ഷെയർ, അനിയത്തിക്ക് ഷെയർ, അമ്മയ്ക്ക് ഷെയർ, അവന് ഷെയർ, 4 ഷെയറാണ്. ഇവൻ്റെ കയ്യിൽ ഇങ്ങനെ മൊബൈലാണ്, എപ്പോഴും ഇങ്ങനെ കണക്കെടുത്തുകൊണ്ടിരിക്കണേണ്. ഇവൻ ഭാര്യയുടെ അടുക്കൽ ഇവനെ പോകില്ലേ, എങ്ങനെയോ 2 പിള്ളേരുണ്ടായിട്ടുണ്ട്, അത് കാര്യം വേറെ. അപ്പോൾ അത് കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഈ ഭർത്താവിന് പറ്റില്ല. കാമുകന്മാർക്ക് സുഖിപ്പിക്കാൻ പറ്റും, നന്നായിട്ട് സുഖിപ്പിക്കും ഫോണിൽ കൂടി. അങ്ങനെ സുഖിപ്പിക്കാൻ തുടങ്ങി. മൊബൈൽ മേടിച്ചു കൊടുത്ത്. ആരാണ് സുഖിപ്പിക്കണത്? MCA പഠിക്കണ പയ്യൻ, ഒരു പാവപ്പെട്ട പയ്യൻ. അവന് കമ്പ്യൂട്ടറും സ്വന്തമായിട്ട് മേടിച്ചു കൊടുത്ത് ഓഫീസിൽ ഇരിക്കണേന്. അവൻ മനസ്സിലാക്കി, അവൻ പുളിങ്കൊമ്പന്മേല പിടിച്ചത്. കാരണം ഈ മുതലാളിയുടെ ഭാര്യയ്ക്ക് സ്നേഹം കിട്ടണമെന്ന് വിചാരിച്ച് ഇവൻ അങ്ങോട്ട് സ്നേഹം കൊടുക്കാൻ തുടങ്ങി. ഒടുവിൽ അവർ ഭയങ്കര പ്രണയത്തിലായി. മൊബൈൽ ഭർത്താവ് പിടിച്ചു, 5 എണ്ണം പിടിച്ച്. അവസാനം അവൾ പോയി കളഞ്ഞു, അവനോടൊപ്പം പോയി, 2 പിള്ളേരെ ഉപേക്ഷിച്ചിട്ട് പോയി. നാഗർകോയിലിൽ നിന്നും പിടിച്ചോണ്ട് വന്നു, സൈബർ സെല്ല് ഇവിടെ കൊണ്ടുവന്നു. ഞാൻ നോക്കിയിട്ട് അവൾക്കൊരു മുഖവ്യത്യാസവും ഇല്ല. പോലീസുകാരൻ പറഞ്ഞാണ്, നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലല്ല, ഇവനെ ഞാൻ കുത്തി മലർത്ത് ഇവിടെ 2 കാല് അടിച്ചൊടിച്ചു കളയും എന്ന് പോലീസുകാരൻ പറയുമ്പോൾ ഇവൾക്ക് ഒരു പ്രശ്നമില്ല. ഒടുവിൽ 2 അച്ഛന്മാരോട് ഞങ്ങളോട് പറഞ്ഞ് ഞെട്ടിപ്പോയി, അച്ഛൻ നിങ്ങളൊക്കെ എന്നെ പഴിചാരുന്നുണ്ടല്ലോ, ചോദിക്ക് ഈ മനുഷ്യൻ ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് 15 വർഷമായി, എത്ര മിനിറ്റ് എന്നോട് സംസാരിച്ചെന്ന് ചോദിക്കച്ഛൻ, എത്ര മിനിറ്റ് ഇയാൾ കുട്ടികളോടൊപ്പം ഇരുന്നിട്ടെന്ന് ചോദിക്ക്. ഇപ്പം എന്തുകൊണ്ട് ഇവൾ പോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശുശ്രൂഷയില്ല, കെയറിങ് ഇല്ല. മക്കളുണ്ട്, ഭാര്യയുണ്ട്, ഇയാൾക്ക് പണമാണ് ഏറ്റവും വലുത്. അച്ഛൻ പറഞ്ഞു വെച്ചേക്കണത് നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ടാവേണ്ട കാര്യം. പല ദുരന്തങ്ങളും ഉണ്ടാകാൻ കാരണം എന്താ? എന്തുകൊണ്ട് ഭാര്യ വേറൊരാളുടെ പിന്നാലെ പോയി, എന്തുകൊണ്ട് ഭർത്താവ് പോയി? കാരണം കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടിയില്ല. കെയറിങ്. രണ്ടാമത്തത് ഷെയറിങ്. പങ്കുവയ്ക്കണം. എന്ത് പങ്കുവയ്ക്കണം? കൈ കൊടുത്തിട്ട് പറഞ്ഞെന്താ? ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷം, സന്താപം, ആരോഗ്യം, അനാരോഗ്യം, സമ്പത്ത്, ദാരിദ്ര്യം.
സ്നേഹിച്ചും ആദരിച്ചും വിശ്വസ്തയോടെ ജീവിക്കാം. പങ്കുവയ്ക്കണം, സന്തോഷം പങ്കുവയ്ക്കണം, ദുഃഖം പങ്കുവയ്ക്കണം. ആർക്കും രോഗം വരാം. നമ്മുടെ ഈ വൈപ്പിൻകരയിലെ മിസ്റ്റർ എറണാകുളം ജോയിച്ചേട്ടനെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. വൈപ്പിൻകരയിലെ മിസ്റ്റർ എറണാകുളമാണ് ജോയിച്ചേട്ടൻ. ജോയിച്ചേട്ടനെ ഞാൻ ഓർക്കുന്നു. ജോയിച്ചേട്ടൻ ലൂർദ് ആശുപത്രി കിടക്കുമ്പോൾ 365 ദിവസം ഈ ജോയിച്ചേട്ടൻ്റെ ഭാര്യ പോയില്ല, അവിടെ ഇരുന്ന് ശുശ്രൂഷിച്ചു. അപ്പം നമ്മൾ നമ്മുടെ കുടുംബത്തിൽ പങ്കുവയ്ക്കേണ്ടത് എന്താണ്? ജീവാംശം, സ്നേഹാംശം, സമയാംശം. പങ്കുവയ്ക്കേണ്ട 3 കാര്യങ്ങൾ: ജീവാംശം, സ്നേഹാംശം, സമയാംശം. ഒന്ന് പറഞ്ഞേ. ഒന്ന് പറഞ്ഞേ. ജീവാംശം, സ്നേഹാംശം, സമയാംശം. അതാണ് ദശാംശം എന്ന് പറയണത്. എൻ്റെ ജീവൻ കൊടുക്കണം. എൻ്റെ അപ്പന് സുഖമില്ല, എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ല. എത്ര കോടികൾ പോയാലും വന്നിട്ട് എൻ്റെ ഭാര്യയോടൊപ്പം ആകുക, എൻ്റെ ഭർത്താവിനോടൊപ്പം ആകുക, എൻ്റെ മക്കളോടൊപ്പം ആകുക. അല്ലാണ്ട് ചെക്ക് കൊടുത്തുകൊണ്ടായില്ല. മകളുടെ ഭാര്യയുടെ ഭർത്താവിയുടെ സാന്നിധ്യം, ജീവൻ, സമയം, സ്നേഹം, അതാണ് ഷെയറിങ് എന്ന് പറയണത്. ഇപ്പൊ കെയറിങ്, ഷെയറിങ്. അടുത്തത് ബെയറിങ്, വഹിക്കുന്ന സ്നേഹം, സഹിക്കുന്ന സ്നേഹം, സഹിഷ്ണുത പുലർത്തുന്ന സ്നേഹം. നമ്മൾ വിചാരിച്ചതാണോ കിട്ടിയത്? ആവണമെന്നില്ല. അച്ഛൻ പറഞ്ഞല്ലോ, എൻ്റെ ടീച്ചർ സ്വപ്നം കണ്ടതാണോ കിട്ടിയത്? മദ്യപാനിയായ ഭർത്താവ്. മോനിക്കാമ്മക്ക് കിട്ടിയത് ആരാ? മദ്യപാനിയായ പട്രീഷ്യസ്. ചരിത്രം എഴുതി വെച്ചേക്കണത്. ശരിയല്ലേ? അപ്പം നമ്മൾ ആഗ്രഹിച്ചത് വിധത്തിലുള്ള ആവണമെന്നില്ല. പക്ഷെ ആ വ്യക്തിയുമായിട്ട് അല്ലേ ഒന്ന് പൊരുത്തപ്പെട്ടു പോവാൻ സാധിക്കണം. ഒരു ഉദാഹരണം പറയാം. ഒരു ആംഗ്ലോ ഇന്ത്യൻ ഫാമിലി ഗൾഫിലാണ് ജോലി ചെയ്യണത്. അയാൾ ഇവിടെ വന്നിട്ട് കൊക്കിലൊതുങ്ങാത്ത തറകെട്ടി. അപ്പോൾ നമുക്ക് ഈ അടങ്കലുണ്ടാക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. വീട് പണിയണതിന് മുമ്പ് അടങ്കലുണ്ടാക്കിയിട്ട് വേണം. യുദ്ധത്തിന് പോകുമ്പോൾ എത്ര സൈന്യം ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം യുദ്ധത്തിന് പോകാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടങ്കൽ അയാൾ ശരിയാക്കാതെ തറ കെട്ടിയിട്ടിട്ട് ഇതുവരെ അങ്ങനെ കിടക്കണമായിരുന്നു, എന്നെ കാണുന്നത് വരെ. ഒടുവിൽ ഇയാൾ ഇവിടെ വന്നിട്ട് സ്മോൾ അടിക്കാൻ തുടങ്ങി. നമ്മുടെയൊക്കെ ആൾക്കാരുടെ പ്രശ്നം എങ്ങനെ? പ്രശ്നം വരുമ്പോൾ ആരടിക്കും? പലതരം സാധനമുണ്ട്. മിശിഹായി അടിക്കും. മിശിഹ അടിച്ചിട്ട് 3 ദിവസം ഇങ്ങനെ ഉയർത്തെഴുന്നേക്കുള്ളൂ. 3-ാം നാൾ ഉയർത്തെഴുന്നേക്കും. ചിലർ CID മൂസ അടിക്കും. CID മൂസ അടിച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യ എവിടെയാണെന്നുള്ള ഇങ്ങനെ നോക്കും. CID മൂസ. പലതരം സാധനമുണ്ട്. അപ്പോൾ പലതരം സാധനം അടിക്കണത്. അപ്പോൾ ഇയാൾ മദ്യപിച്ച് ഒരു ദിവസം വന്നപ്പോൾ എന്തോ അലങ്കോലമായിട്ട് കിടക്കണം. കിട്ടിയ വടിയെടുത്ത് ടപ്പയെന്ന് അടിച്ച് തല പൊളിഞ്ഞു പോയി ഭാര്യയുടെ. ചോര ചീറ്റണേണ്. ഈ വേലിയേറ്റം ഉള്ളപ്പോൾ ചോര പെട്ടെന്ന് വരും. നമുക്കറിയാലോ, പടിഞ്ഞാറ് വേലിയേറ്റം ഉണ്ടെങ്കിൽ ചോര പെട്ടെന്ന് അധികം വരും. ചോര ചീറ്റണേണ്. ചുറ്റുപാടും വീടുകളാണ്. വലിയ വായിൽ കരയണേണ്. 3 പെമ്പിള്ളേരാണ്. മിണ്ടല്, ആൾക്കാർ കേൾക്കും, മിണ്ടരുത്. തുകർത്തെടുത്ത് ചുറ്റി ഇയാൾ വന്ന് ഛർദ്ദിച്ച് ഇങ്ങനെ കിടക്കണേണ്. മക്കൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞു. ഈ സ്ത്രീ ഉണ്ടല്ലോ, ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് രാത്രി 1 മണിയായി. ഛർദ്ദിച്ചത് കളഞ്ഞില്ല. സാധാരണ ഛർദ്ദിച്ചാൽ ഇവർ തുടച്ചു കളയാം, അത് കളഞ്ഞില്ല. ബോധം വീണ് കഴിഞ്ഞപ്പോഴേ ഇയാൾ കാണുന്നു, എന്താടി തലക്കെട്ടൊരു കെട്ടുന്നു. ഇവർ കരഞ്ഞുപോയി. കാരണം ബോധം ഉണ്ടായിട്ട് ചെയ്തതല്ല. ഇപ്പം അയാൾ കണ്ട ബോധം വീണപ്പോൾ അയാളുടെ നോക്കി അയാളുടെ ഡിഫറൻ്റാണ് അയാൾ. എടി നിന്റെ തലക്ക് എന്ത് പറ്റി? എന്താ ചോര വരുന്നത്? നിനക്ക് എന്താ പറ്റിയത്? അപ്പോഴാണ് മനസ്സിലായത് ഈ മനുഷ്യൻ വാസ്തവത്തിൽ സുബോധം നഷ്ടപ്പെട്ട് ചെയ്തതാണ്. അപ്പം പറഞ്ഞു, ഇതാ ഛർദി കണ്ട ചേട്ടൻ ഇന്ന് ഓവറായിട്ട് മദ്യപിച്ചു വന്നു. ഇവിടെ എന്തോ ചേട്ടൻ ഇഷ്ടപ്പെടാഞ്ഞുകൊണ്ട് ആ കിടക്കുന്ന വാരി കൊണ്ട് അടിച്ചതാണ്. അടി കിടപ്പുണ്ട്. നമുക്കിന്ന് ആസ്പത്രി പോകാം. വേണ്ട ചേട്ടാ, രാവിലെ പോകാം. എന്നിട്ട് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്തിട്ട് ഇവർ കഴിച്ചിട്ടാണ് കിടന്നുറങ്ങിയത്. രാവിലെ പുറത്തേക്ക് പോകുമ്പോൾ എന്താ ഈ സ്നേഹം കൊണ്ട് എങ്ങനെ അയാളെ കീഴടക്കിന്ന് പറഞ്ഞ് പോകുമ്പോൾ, എടി എന്തു പറ്റി? എടി റോസി എന്തു പറ്റി? അത് ഇന്നലെ രാത്രി കറണ്ട് പോയപ്പോഴേ തെന്നിപ്പോയി, മതിലടിച്ചുകൊണ്ടാണ്. ഭർത്താവ് അടിച്ചാണെന്ന് പറഞ്ഞില്ലേ ഈ സ്ത്രീ? ഇന്നലെ പവർ കട്ട് വന്നു, കറണ്ട് പോയി, ഞാൻ തെന്നി വീണ് മതിലടിച്ച് പൊട്ടിയതാണ്. ഇത്തിരി ഡീപ്പായി പോയെന്ന്. പോയി സ്റ്റിച്ചിട്ട് വന്നു കഴിഞ്ഞപ്പോൾ 3 പെമ്പിള്ളേരും കൂടി കെട്ടിപ്പിടിച്ച് കരഞ്ഞു, ഡാഡി ഞങ്ങളെ കെട്ടിച്ചയച്ചില്ലെങ്കിൽ പ്രശ്നമില്ല, മമ്മിയെ തല്ലരുത് കേട്ടോ, മമ്മിയെ തല്ലരുത്. ഇതാണ് സഹിക്കുന്ന സ്നേഹം. ആ സ്ത്രീയുടെയും അവരുടെ സ്നേഹം കൊണ്ട് അയാളുടെ ജീവിതത്തിൽ മാറ്റം വന്ന് അവർ കുടുംബസമേതം മഞ്ഞുമലി ധ്യാനിക്കാൻ വന്നു. അങ്ങനെ ഞാൻ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ സുഹൃത്തിൻ്റെ ഫോൺ വന്നു കുവൈറ്റിൽ നിന്ന്. അയാൾക്കൊരു നേർച്ചക്കടമുണ്ട് അത്രേ. അയാൾക്ക് 2 പെൺപിള്ളേരാണ്. നേർച്ചക്കടമെന്നാണ്, ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കെട്ടിച്ചയച്ചോളാന്ന്.
ഞാനുടനെ പറഞ്ഞു, തക്ക സമയത്ത് കർത്താവ് പ്രവർത്തിക്കണേന്ന്. എൻ്റെ പൊന്ന് ചേട്ടാ, ഇവിടെ എൻ്റെ അടുത്ത് 3 പെൺപിള്ളേർ ഇരിപ്പുണ്ട്, ഒരേ പന്തലിൽ കല്യാണം നടത്താം. അതുകൊണ്ട് ചേട്ടൻ്റെ ആദ്യത്തെ സമ്മാനം മൂത്ത മകൾക്കാവട്ടെ, ഞാൻ അവരുടെ ബാങ്ക് അക്കൗണ്ടും തരാം. എന്നിട്ട് ഇയാൾ തന്നെ ഇവിടെ വന്ന് ഈ കല്യാണ ഡ്രസ്സും ഗോൾഡൊക്കെ എടുത്ത് നടത്തി കൊടുത്തു. പ്രൈസ് ദ ലോർഡ്. ബാക്കി 2 പിള്ളേർ മിടുക്കികളാണ്. 3 പേരുടെയും കല്യാണം സ്ത്രീധനം ഒന്നും വേണ്ടി വന്നില്ല. കാരണം ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കും, അപ്പോൾ ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കും. എന്തുകൊണ്ട്? സഹിക്കുന്ന സ്നേഹം, സഹിഷ്ണുതയുടെ സ്നേഹം. ആ ഭർത്താവിനെ അവൾ വീണ്ടെടുത്തില്ലേ. അടുത്തത് ആക്സെപ്റ്റിംഗ്, അപ്രീഷിയേറ്റിംഗ്, അഡ്ജസ്റ്റിംഗ്. അപ്പം ആദ്യം പറഞ്ഞെന്താണ്? കെയറിങ്, ശുശ്രൂഷിക്കുന്ന സ്നേഹം. പിന്നെ പറഞ്ഞെന്താണ്? ഷെയറിങ്, പങ്കുവയ്ക്കുന്ന സ്നേഹം. പിന്നെ പറഞ്ഞെന്താണ്? ബെയറിങ്, സഹിക്കുക, വഹിക്കുക, സഹിഷ്ണുത പുലർത്തുക. ഇനി 3 പറഞ്ഞാണ്. എന്തൊക്കെയാണ്? ആക്സെപ്റ്റിംഗ്, അപ്രീഷിയേറ്റിംഗ്, അഡ്ജസ്റ്റിംഗ് ലവ്. അപ്പോൾ എനിക്ക് കിട്ടിയ ഭർത്താവ്, എൻ്റെ ഭാര്യ, എനിക്കുള്ള മക്കൾ അവരായിരിക്കുന്ന വിധത്തിൽ ആക്സെപ്റ്റ് ചെയ്യാനായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധിക്കണം. ഒരിക്കലും കമ്പയർ ചെയ്യരുത്. മക്കളെ നമ്മൾ കമ്പയർ ചെയ്യരുത്. നിന്നെ സ്വർണം കൊടുത്ത് മേടിച്ചതാണ്, നിന്നെ കരിക്കട്ട കൊടുത്ത് മേടിച്ചതാണ്. അപ്പോൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം മക്കളെ. ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ അവൾ പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കണം. നമ്മുടെ എറണാകുളത്തൊരു വീട്ടിൽ അപ്പനും അമ്മയും നല്ല സായിപ്പിനെ പോലെ ഇരിക്കണത്. മൂത്ത മകളും നല്ലതാണ്. രണ്ടാമത്തത് കർത്തവാവിൻ്റെ അർദ്ധരാത്രിക്ക് ജനിച്ച കൊച്ചാണ്. ഇപ്പോൾ കളർ എങ്ങനെ ഇരിക്കും? കർത്തവാവിൻ്റെ അർദ്ധരാത്രിക്ക് ജനിച്ച കൊച്ചാണ്. എന്നിട്ടൊരു പൊട്ടത്തരം പറഞ്ഞതാണ് ഈ അമ്മ. എടി, നിന്നെ കലൂര് അപ്പൻ മാർക്കറ്റിൽ പോയപ്പോൾ കുപ്പക്കുഴിയിൽ നിന്ന് കിട്ടിയതാണ്, അതാണ് നീ കരിഞ്ഞിരിക്കണത്. നമ്മൾ പറയരുത് കേട്ടോ, ഇങ്ങനെ ചെയ്യരുത്. നമ്മൾ പണ്ട് പറയുമായിരുന്നല്ലേ, ഇങ്ങനെ വെറുതെ നിന്നെ ചകിരിച്ചോർത്ത് മേടിച്ചാണ്, അത് കൊടുത്ത് മേടിച്ചാണ്, ഇത് കൊടുത്ത് മേടിച്ചതാണ് എന്നൊക്കെ പറയും. ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ഇവൾക്ക് അത് സഹിക്കാൻ പറ്റില്ല. ഇളം മനസ്സിൽ തട്ടി. പിന്നീട് അവൾ പറഞ്ഞ, ഞാൻ ദത്തെടുക്കപ്പെട്ട കൊച്ചാണ്, അതുകൊണ്ട് വീട്ടിൽ നിൽക്കില്ല, ഹോസ്റ്റലിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അവൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഡാഡിയും മമ്മിയും. കാരണം എന്താണ്? അവർ പൊട്ടത്തരം പറഞ്ഞു കൊടുത്തതാണ്. ആക്സെപ്റ്റിംഗ്, അപ്രീഷിയേറ്റിംഗ്, അഡ്ജസ്റ്റിംഗ്. അതുപോലെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കണം. ഈ നമ്മുടെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ ഓപ്പോസിറ്റ് ഫ്ലാറ്റ് ഉണ്ട്. അപ്പോൾ അവിടെയുള്ള ദമ്പതികളുടെ സിൽവർ ജൂബിലിയാണ്. ഞങ്ങൾ 2 അച്ഛന്മാർ ഡിന്നറിന് വിളിച്ച് കഴിഞ്ഞപ്പോൾ മാനുവൽ റിബേര അച്ഛൻ, ഞങ്ങൾ 2 പേരും ഇരിക്കുമ്പോൾ ആ ചേച്ചി ഹോം സയൻസൊക്കെ പാസ്സായതാണ്. ചേച്ചി വിളമ്പിയ ഡിഷ് കഴിച്ചിട്ട് മാനുവൽ അച്ഛൻ പറഞ്ഞു, ഞാൻ വിദേശത്തും പല സ്ഥലത്തും പോയിട്ടുള്ളതാണ്, ദിസ് ഈസ് സൂപ്പർ ഡെലീഷ്യസ് എന്ന് പറഞ്ഞു. ഉടനെ ആ ചേച്ചി പറഞ്ഞേ, 25 വർഷത്തിൽ ആദ്യമായിട്ടാണ് ഈ ഡൈനിങ് ടേബിൾ ഈ വാക്ക് കേട്ടതെന്ന്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടാ? 25 വർഷമായി കല്യാണം കഴിച്ചിട്ട് പല ഡിഷും ഇവിടെ വിളമ്പിയിട്ട് ഒരു വാക്ക് പോലെ ഇത് ഞാൻ പറഞ്ഞിട്ടില്ലെന്ന്. ഞാൻ ഉടനെ പ്ലേറ്റ് മറിച്ച് കളഞ്ഞു. പിന്നെ ആ വിഷയം സംസാരിച്ചില്ല. ഇത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ചേച്ചിമാരും അനുജത്തിമാരും നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഭർത്താവ് പറയും, നല്ല ചേരുവയാണ്, ഇവിടെ കൊള്ളാലോ എന്ന് പറയുമ്പോൾ സന്തോഷമല്ലേ? കുറച്ചുകൂടി ഇങ്ങോട്ട് എടുക്ക് എന്ന് പറയുമ്പോൾ സന്തോഷമല്ലേ? ശരിയല്ലേ? നിങ്ങളെന്താ ഇങ്ങനെ വെറുതെ ഇരിക്കണത്? സന്തോഷം ഉണ്ടാവില്ലേ? ശരിയല്ലേ ചേച്ചി? കുറച്ചുകൂടി താന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം എന്നും പറഞ്ഞ് എല്ലാ ദിവസവും അതേ കറി ഉണ്ടാക്കി കൊടുക്കരുത്. എനിക്കൊരു അമളി പറ്റി. നമ്മുടെ വല്ലാർപാടത്തെ പാട്ടുകാരനുണ്ടല്ലോ, അവൻ എനിക്കൊരു പണി തന്ന്. അപ്പോൾ അവൻ നന്നായിട്ട് സേവി, അവൻ പാടും നന്നായിട്ട്. അപ്പോൾ സിസ്റ്റേഴ്സ് ഇവൻ്റെ പാട്ട് കേട്ടിട്ട് പറഞ്ഞു, അച്ഛാ ഇവനെയും കൊണ്ടുവരണമെന്ന്. എന്തിന്? ധ്യാനത്തിന് ഇവനെയും കൊണ്ടുവരണമെന്ന്. അപ്പോൾ സിസ്റ്റേഴ്സ് ചോദിക്കുമല്ല, അച്ഛന് ഇഷ്ടപ്പെട്ട കറി എന്താണെന്ന് ചോദിക്കും. അപ്പം ഞങ്ങളുടെ ഈ കൊവേന്തയിൽ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ അച്ഛന്മാർ ഈ മുരിങ്ങാക്ക കഴിക്കണില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ കഴിക്കാത്തൊക്കെ തിന്നണ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനെന്ത് ചെയ്ത്, ഇഷ്ടമുണ്ടായിട്ടല്ല, വേസ്റ്റ് ആക്കണ്ടല്ല എന്ന് പറഞ്ഞ് ഞാൻ ആ മുരിങ്ങാക്ക എടുത്ത് തിന്നും. ഈ പഹയൻ ഇവൻ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. സിസ്റ്ററിനോട് പറഞ്ഞേക്കണേണേ, നെൽസൺ ജോബച്ചന് ഈ മുരിങ്ങാക്കനോട് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പൊന്നെ, ധ്യാനത്തിന് മുഴുവനും വെണ്ടക്ക കറി, ധ്യാനത്തിന് മുഴുവനും വെണ്ടക്ക കറി, വെണ്ടക്ക വറുത്തരച്ച് വെച്ചതേക്കണത്. പിന്നെ ഇങ്ങനെ എന്തൊക്കെ കറിയാ. ഞാൻ സിസ്റ്ററിനോട് അവസാനം ചോദിച്ചു, സിസ്റ്ററെ ഇവിടെ വല്ല മുരിങ്ങ മരം വീണിട്ടുണ്ടാന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് ചോദിക്കണേ, എന്താ അങ്ങനെ പറഞ്ഞത്? തൃശ്ശൂരാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, എല്ലാ ദിവസവും അത് അച്ഛനിത് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു, എനിക്കിഷ്ടമല്ല, ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പം സേവി പറഞ്ഞല്ലോ എന്ന്. അവൻ്റെ കഴുത്തേക്കൊരു പിടിക്കണ്ടേ.
എന്ന് പറഞ്ഞതുപോലെ ഒരു വിറ്റടിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, സംഭവം കേട്ടാ. അപ്പം നമ്മൾ നല്ലതാണെന്ന് പറയുമ്പോൾ അതേ കറിയല്ല. എന്താ ഇവിടെ വെറൈറ്റി? ഇപ്പം മുഴുവനും വെറൈറ്റി ആണല്ലോ, ടി വിയിലൊക്കെ വെറൈറ്റി ആണല്ലോ. വെറൈറ്റി സാധനം ഉണ്ടാക്കണം. ഇപ്പം യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണല്ലേ, ഉണ്ടാക്കുന്നേ അതാണ്. അപ്പോൾ അപ്രീഷിയേറ്റിംഗ്, ആക്സെപ്റ്റിംഗ്. ഇത്തിരി ഉപ്പ് കൂടിപ്പോയി, സാരമില്ലെന്നേ, അവിടെ തന്നെ ഓടുന്നത് എവിടെ ഇട്ട് നോക്കിയിട്ടാടി ഉപ്പ്, പിന്നെ കൈവിറക്കും, വീണു പോകും. നമ്മുടെ ചേച്ചിമാരുടെ കൈവിറച്ച് ഉപ്പ് വീഴും. അപ്പോൾ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ് പറയരുത്, പിന്നീട് പറഞ്ഞിടോ ഇത്തിരി ഉപ്പ് കൂടിപ്പോയിട്ടാ എന്നിട്ട് രഹസ്യമായിട്ട് ചെവി പറഞ്ഞാൽ മതി. ഓക്കെ, കെയറിങ്, ഷെയറിങ്, ബെയറിങ്, ആക്സെപ്റ്റിംഗ്, അപ്രീഷിയേറ്റിംഗ്, അഡ്ജസ്റ്റ്, സപ്പോർട്ടിങ്. ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. സപ്പോർട്ട് വേണം. ഭർത്താവിന് സപ്പോർട്ട് വേണം, ഭാര്യയ്ക്ക് സപ്പോർട്ട് വേണം, മക്കൾക്ക് സപ്പോർട്ട് വേണം. എങ്കിലും മാത്രമേ നമ്മുടെ കുടുംബജീവിതം വിജയിക്കുകയുള്ളൂ. സപ്പോർട്ടിങ് ലവ്. ഉദാഹരണം, സ്കാർലറ്റ് ലെറ്റർ എന്ന് പറയുന്ന നോവല്. നത്താനിയൽ ഹൗത്തോൺ, ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ എഴുതിയ നോവലാണ്. ഡെഡിക്കേറ്റ് ചെയ്തേക്കണ ഭാര്യയുടെ പേരിലാണ്, ഡെഡിക്കേറ്റഡ് ഫോർ ഹിസ് വൈഫ്. സംഭവം എന്താണെന്നറിയാമോ? 18 വർഷം കസ്റ്റംസ് ജോലി ചെയ്ത് ജോലി നഷ്ടപ്പെട്ട് വീട്ടിലേക്ക് വരണേ. ഇയാളാണ് വീട്ടിലെ അന്നദാതാവ്. ഇതെങ്ങനെ അവതരിപ്പിക്കുമെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു, ചേട്ടാ എന്തിനാണ് വിഷമിക്കണത്? ചേട്ടൻ കൊണ്ടുവരുന്ന സാലറി ഒന്നും ദുർവ്യയം ചെയ്തിട്ടില്ല, ഞാൻ മിച്ചം വെച്ച് ബാങ്കിലിട്ടിട്ടുണ്ട്. 4 വർഷം കഴിയാനുള്ള പണം ബാങ്കിൽ കിടപ്പുണ്ട്. ചേട്ടന് ജോലിയല്ലേ നഷ്ടപ്പെട്ടുള്ളൂ, ചേട്ടന് എഴുതാനായിട്ട് നോവൽ എഴുതാൻ കഴിവുണ്ടല്ലോ, എഴുതൂ ചേട്ടാ ഒരു നോവല്. അങ്ങനെ ഇയാളുടെ ജോലി നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഭാര്യ കൊടുത്ത സപ്പോർട്ട് അനുസരിച്ച് അയാൾ എഴുതിയ നോവലാണ് വേൾഡ് ഫേമസ് ആയിട്ടുള്ള അവാർഡും റിവാർഡും ലഭിച്ച നോവൽ ദ സ്കാർലറ്റ് ലെറ്റർ. അപ്പം സപ്പോർട്ട് ചെയ്യാൻ സാധിക്കണം. ധ്യാനിക്കാനായിട്ടൊരു ഒരു കോൺട്രാക്ടറും വൈഫും വന്നു. വൈഫ് ചങ്ങനാശ്ശേരിയിൽ എക്കണോമിക്സ് പഠിപ്പിക്കുന്ന ഡോക്ടറേറ്റുള്ള സ്ത്രീയാണ്. വന്നതെന്താണ്? കടക്കണി, കോടിക്കണക്കിന് കടമാണ്, കോടിക്കണക്കിന് കടമാണ്. ഈ കടം എങ്ങനെ ഉണ്ടായി? ഇയാൾക്ക് വിദ്യാഭ്യാസം കുറവാണ്, അതുകൊണ്ട് കണക്ക് വേറെ ആൾക്കാരെ കൊണ്ടാണ് എഴുതിക്കണത്. വീട്ടിൽ ആരായിരിക്കണത്? വീട്ടിൽ സമ്പൽ ശാസ്ത്രത്തിന് ബിരുദാനന്ദ ബിരുദമുള്ള ഭാര്യ ഉണ്ടായിട്ട് ഈ കണക്ക് കാണിച്ചെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നോ? ചെയ്തില്ല. ഇയാൾക്ക് ദുരഭിമാനം, എന്തോ കുറവ്, കോംപ്ലക്സ്. ഒടുവിൽ ഇവരെ കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, സ്നേഹിത, തൻ്റെ ഭാര്യയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ, താൻ അതിനെ അനുവദിച്ചിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ല. പിന്നീട് ഇവരിരുന്ന് പറഞ്ഞതനുസരിച്ച് ഭാര്യ എല്ലാം ക്രമീകരിച്ച് കഴിഞ്ഞപ്പോൾ ഇന്ന് പഴയ സ്റ്റേറ്റിലേക്ക് വന്നു. ഞങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ട്. അച്ഛൻ പറഞ്ഞു വെച്ചതാണ്. ഇപ്പോൾ സപ്പോർട്ടിങ്. അടുത്തതാണ് ലിസണിങ്, ശ്രവിക്കുന്ന സ്നേഹം. ഇന്ന് നമ്മുടെ വീട്ടിൽ ശ്രവിക്കാനായിട്ട് സമയമുണ്ടാ? വീട്ടിലെല്ലാവർക്കും മൊബൈലല്ലേ? അടുത്ത മുറിയിലേക്ക് അപ്പനെ വിളിക്കണത്, മുകളിലത്തെ അപ്പനെ വിളിക്കണത് അപ്പാ, ശരിയല്ലേ? മൊബൈലാണ്. ഇന്ന് മൊബൈലിലൂടെയാണ് കോണ്ടാക്റ്റ്. ഫേസ് ടു ഫേസ്ബുക്ക്, എല്ലാത്തിൻ്റെ ഫേസ് എവിടെയും ബുക്കിലാണ്. ആരും ആരോട് സംസാരിക്കുന്നില്ല, ശരിയല്ലേ? ബസ്സിൽ പോകുമ്പോഴും റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോഴും എല്ലായിടത്തും പോകുമ്പോഴും ഈ സാധനം ഇങ്ങനെ ചൊറിയണേ. പണ്ട് വെറ്റില മുറുക്കാനുണ്ടായിരുന്നില്ലേ? വെറ്റില മുറുക്കാൻ എങ്ങനെയാണ്? ഈ ചുണ്ണാമ്പ് തേച്ചിട്ട് ഇങ്ങനെ അതുപോലെ. ഇപ്പോൾ ശരിക്കും അതാണല്ലോ ഇപ്പോൾ മൊബൈൽ. വെറ്റില മുറുക്കാൻ പോലെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കണേ. കമ്മ്യൂണിക്കേഷൻ പോയി, ലിസണിങ് ഇല്ല. അപ്പനെ ശ്രവിക്കാൻ, അമ്മയെ ശ്രവിക്കാൻ, മക്കളെ ശ്രവിക്കാൻ ആർക്കും സമയമില്ല, ശരിയല്ലേ? നമ്മുടെ വീട്ടിൽ ആരംഭിക്കണം. അച്ഛൻ പറഞ്ഞില്ലേ, നമ്മുടെ വീട്ടിലൊരു ബഡ്ജറ്റിംഗ് വേണം. ബഡ്ജറ്റിംഗ്. എന്താണ് ബഡ്ജറ്റിംഗ്? നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലൊരു കണക്ക് പുസ്തകം ഉണ്ടോ? നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലൊരു കണക്ക് പുസ്തകം ഉണ്ടോ? വരവും ചെലവും എഴുതാറുണ്ടോ? എഴുതണം. നമ്മുടെ ഡെന്നി പാലക്കൽ അച്ഛൻ ചരിയന്തുരുത്ത്, പിഴല എന്ന് പറഞ്ഞ ഇടവകയിൽ ചെല്ലുമ്പോൾ കടക്കണി കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു ഇടവകയാണ്. ഈ അച്ഛനാണ് ബഡ്ജറ്റിംഗ് പഠിപ്പിച്ചത്. ഓർഗൻ വായിച്ച് പാട്ട് പാടുന്ന ഒരു സ്നേഹിതനുണ്ട്. അവനാണ് എന്നോട് പറഞ്ഞത്, അച്ഛാ എനിക്ക് കടക്കണിയായിരുന്നു, അച്ഛൻ വന്നതിന് ശേഷമാണ് അക്കൗണ്ട് തുടങ്ങാനും എന്തെങ്കിലുമൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പഠിച്ചത്. അങ്ങനെ ഞങ്ങളുടെ കടക്കണിയൊക്കെ മാറിയത് ഈ ബഡ്ജറ്റിംഗ് ആണ്. ബഡ്ജറ്റിംഗ് എന്ന് വെച്ചാൽ ഇപ്പോൾ എളുപ്പമാണ്. ജനുവരി അല്ലേ, നമ്മളൊരു നോട്ട് പുസ്തകം മേടിച്ചിട്ട് എന്ത് വരവ് എന്ത് ചിലവ്, കറണ്ടിന് എന്തായി, കുടിവെള്ളത്തിന് എന്തായി, പിള്ളേരുടെ വിദ്യാഭ്യാസത്തിന് എന്തായി, മൊബൈൽ ചാർജിങ്ങിന് എന്തായി, ഭക്ഷണത്തിന് എന്തായി, കൃത്യമായിട്ട് എഴുത്, വരവും ചെലവും വെക്ക്. എന്നിട്ട് ഈ മക്കളെ ഒന്ന് വായിപ്പിച്ച് കേൾക്ക്.
നമ്മൾ മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും കണക്ക് അവതരിപ്പിക്കും. കുടുംബ യൂണിറ്റിലൊക്കെ കണക്ക് അവതരിപ്പിക്കണ്ടല്ലോ നമ്മൾ. എന്തുകൊണ്ട് വീട്ടിൽ അവതരിപ്പിച്ചുകൂടാ? ഈ പിള്ളേർക്കറിയാമോ 1 കിലോ അരിയുടെ വില എന്താ? നമ്മളെ പറ, 1 കിലോ അരിയുടെ വില എന്താ? 1 കിലോ ഉപ്പിൻ്റെ വില എന്താ? പറയില്ല. അറിയണം. ഞാൻ ഓർക്കണേണ്, നിങ്ങൾക്കറിയാം പണ്ട് ഈ മാളൊന്നും ഉണ്ടായിരുന്നില്ല. പലചരക്ക് കടയിൽ പോകുമ്പോൾ ഒരു പറ്റുപുസ്തകമുണ്ട്, പറ്റുപുസ്തകം അല്ലേ? നമ്മളെന്നിട്ട് മാസം അവസാനം തെങ്ങ് കയറുമ്പോഴാണ് കാശ് കൊടുക്കുന്നത്. കമ്പനി ജോലിയൊന്നുമില്ല. 700 ചെമ്മീൻകിളലൊക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആ പറ്റുപുസ്തകത്തിൽ എഴുതും, വീട്ടിൽ പറയും, ഇത്രയെന്ന് പറയും. ഞങ്ങൾക്കറിയാം. ഇപ്പം അറിയണില്ലല്ല. ഈ ഇട്ടിരിക്കണ ഉടുപ്പിന് എന്താ വില പറയാമോ മോൾക്ക്? അബദ്ധം, ഇന്ന് നാളെ ഇവള് വരില്ല, അച്ഛൻ ചോദിച്ച കാരണം. മോൻ്റെ ഈ ഉടുപ്പിന് എന്താ വില അറിയണം. മോനെ, നിങ്ങൾ ഒരു ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ മോനെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് അച്ഛൻ ചോദിച്ചാട്ടോ, ഒന്നും വിചാരിക്കരുത് കേട്ടോ, ഈശോ മിശിഹായ്ക്ക് വിചാരിക്കട്ടെ, നാളെ മോനെ കേട്ടാ. ഓക്കെ, അച്ഛൻ വെറുതെ ചോദിച്ചാട്ടോ മോനെ. ഓക്കെ, ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മൾ ഒരു ചെരുപ്പ് മേടിച്ചാലും എന്ത് അതിൽ വില പറയണം, അവരറിയണമെന്നേ. കഴിക്കണ ചോറിന് എന്ത് വിലയാണെന്ന് അറിയണം. അതാണ് അച്ഛൻ പറഞ്ഞത്. ബഡ്ജറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം അത്യാവശ്യമാണ്. നമ്മുടെ വീട്ടിൽ എന്ത് വരവ് എന്ത് ചിലവ് എന്നുള്ളത് നിങ്ങൾ എഴുത്, വ്യത്യാസം വരും. അതുപോലെ തന്നെ നമ്മളെ എന്തെങ്കിലുമൊക്കെ സ്വരുക്കൂട്ടാൻ സാധിക്കണം. സ്വരുക്കൂട്ടാൻ, ഒരു കുറി കൂടാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ സുരക്ഷിതമായിരിക്കണം. നമ്മൾ കൂടുന്ന കാര്യങ്ങളും ചതിക്കപ്പെടരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു വരുന്ന പോയിന്റ് മനസ്സിലായില്ല. പിന്നെ ലിസണിങ്, ശ്രവിക്കണം. നമ്മുടെ പല കുടുംബത്തിൽ ആത്മഹത്യയും പ്രശ്നമൊക്കെ ഉണ്ടാകാൻ കാരണം എന്താണ്? പ്രശ്നങ്ങൾ കേൾക്കാനില്ല. ഭാര്യയുടെ പ്രശ്നം കേൾക്കാനായിട്ട് ഭർത്താവ് റെഡിയല്ല, മക്കളുടെ പ്രശ്നം കേൾക്കാനായിട്ട് റെഡിയല്ല. ഒടുവിൽ അത് ആത്മഹത്യ, പല പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ലിസണിങ്. നമ്മുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയ കാര്യമാണ് ലിസണിങ്. അപ്പം കെയറിങ്, ഷെയറിങ്, ബെയറിങ്, ആക്സെപ്റ്റിംഗ്, അപ്രീഷിയേറ്റിംഗ്, അഡ്ജസ്റ്റിംഗ്, സപ്പോർട്ടിംഗ്, ലിസണിങ്. ലാസ്റ്റ് 2 ഫർഗീവിങ് ആൻഡ് ഫർഗെറ്റിംഗ്. ക്ഷമിക്കാനും മറക്കാനും പൊറുക്കാനും സാധിക്കണം. ഇത് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചില പോരായ്മകൾ വന്നിട്ടുണ്ടാകാം, അതൊന്നും മറക്കാനായിട്ട് പൊറുക്കാൻ സാധിക്കണം. പക്ഷെ അത് പറ്റണില്ല. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. പെരുമ്പടപ്പിൽ ഒരു ദേവാലയത്തിൽ മാതൃകാ ദമ്പതികൾക്ക് പൊന്നാടണിയിച്ചു. ഇവരുടെ പാസ്റ്റർ എന്ന് വെച്ചാൽ ഇവർ നാടക കമ്പനിയിലുണ്ടായ ആൾക്കാരാണ്. പ്രേമിച്ച് കല്യാണം കഴിച്ചാണ്. അഭിനയിക്കാനായിട്ട് നല്ല മിടുക്കന്മാരാണ്. ഏത് റോളും അഭിനയിക്കും. അപ്പോൾ ഇടവകയിൽ വന്നിട്ട് എല്ലാ റോളും എടുക്കണ പാർട്ടീസാണ്. സകല പ്രസ്ഥാനങ്ങളിലും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇവർ തമ്മിൽ മിണ്ടാറില്ല. അപ്പോൾ പൊന്നാട അണിയിച്ച് കഴിഞ്ഞപ്പോൾ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത്, മൂത്ത മകൻ ബാംഗ്ലൂരാണ്. അവനൊന്ന് എത്തിക്കഴിഞ്ഞപ്പോൾ അനുജൻ പറഞ്ഞു, ചേട്ടാ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, മഹാസംഭവം. എന്താ സംഭവം? നമ്മുടെ അപ്പനും അമ്മയ്ക്കുണ്ടല്ല, നമ്മുടെ വികാരിച്ചൻ പൊന്നാട അണിയിച്ച് ചേട്ടാ. നമ്മുടെ അപ്പനും അമ്മയ്ക്കുവാ? അതേ ചേട്ടാ. ഉടനെ വിളിച്ചു, ഹലോ വികാരിച്ച, ഇന്ന് അച്ഛൻ പൊന്നാട അണിയിച്ചല്ല. ഏത് വകുപ്പിലാണ് അണിയിച്ചത്? നീ ആരാടാ? ഇന്നേ അണിയിച്ച 2 പേരുടെ മകനാ. നിനക്കെന്താ സങ്കടം? സങ്കടമൊന്നുമല്ല, പൊന്നാട അണിയിക്കാനല്ല, ഒരു അട പോലും കൊടുക്കാനായിട്ട് അർഹതയില്ല. അതെന്താണ് നീ പറഞ്ഞത്? ഇവർ 7 വർഷമായിട്ട് 2 ബെഡ്റൂമിലാണ് അച്ഛാ കിടന്നുറങ്ങണത്. മാതൃകാ ദമ്പതികളാണേ. വീട്ടില് 7 വർഷമായിട്ട് 2 ബെഡ്റൂമിലാണ് കിടന്നുറങ്ങണത്. വീട്ടിൽ മിണ്ടാട്ടമില്ല, സംസാരിക്കില്ല, ആംഗ്യഭാഷയാണ്. ഒറ്റക്കണ്ണൻ സന്യാസി. അച്ഛനിത് കേട്ടു. അച്ഛൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ തനിനിറമാണ്. ചേച്ചിയുടെ വായിന്ന് വരണ കേൾക്കണം, തീയാണ് വരുന്നത്. ചേട്ടനാണെങ്കിൽ ഒരു പാവമാണ്. ഒടുവിൽ അച്ഛൻ ഇവരെ കൗൺസിലിംഗ് നടത്തിയിട്ട് പറഞ്ഞു, ഇത് സിൽവർ ജൂബിലിയാണ്, നിങ്ങൾ ധ്യാനം കൂടി. ഞാൻ കൂടുന്ന പ്രശ്നമില്ല. ഇയാൾ ഒരുത്തനെ കെട്ടിയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ട്രാജഡി. വേൾഡ് ട്രേഡ് സെന്റർ നശിപ്പിച്ചതല്ല അച്ഛാ, ഇയാളെ കെട്ടിയതാണ് അച്ഛാ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ട്രാജഡി എന്ന്. നാടകമാണേ. അച്ഛൻ ഒടുവിൽ പറഞ്ഞു, ചേട്ടനെങ്കിലും പോയി ധ്യാനം കൂടി. അങ്ങനെ പോയി ധ്യാനം കൂടിയപ്പോൾ ധ്യാനഗുരു നല്ല ഉപദേശം കൊടുത്തു. എടോ, താൻ ഈ എഫ്.എസ്. എഴുതിയ ലേഖനം വായിക്ക്. ഞാനിന്ന് വായിച്ചില്ലേ? ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം, കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ. എടോ, കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം, സ്വന്തം ശരീരം പോലെ സ്നേഹിക്കണം.
അതുകൊണ്ട് നാളെ തുടങ്ങി താൻ ഒരുമിച്ച് പള്ളിയിലൊക്കെ പോകണം. ശരി അച്ഛാന്നും പറഞ്ഞ് ഇയാൾ വന്നു. അന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല. കാരണം പിറ്റേ ദിവസം ഭാര്യയോട് എന്തു പറയും, ഡയലോഗ് വിടണ്ടേ. രാവിലെ ഇയാൾ എഴുന്നേറ്റു. ഭാര്യ പൗഡറൊക്കെ ഇട്ട് നല്ല സ്പ്രേ ഒക്കെ അടിച്ച് നല്ല അടിപൊളിയായിട്ട് നിൽക്കണേ. അപ്പം എന്തെങ്കിലും ഡയലോഗ് വിടണ്ടേ. എടോ താൻ എവിടെ പോണേ? ഇയാൾക്കറിയാം ചേച്ചി എവിടെ പോകണമെന്ന്. എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി എന്താ ചെയ്യേണ്ടത്? ചേട്ടാ നമുക്ക് പള്ളിയിൽ പോവാം. അതിന് പകരം എന്താ, താൻ എവിടെ പോണേ? ഞാൻ നരകത്തിൽ പോണേടോ ഒന്ന്. താൻ എവിടെ പോണേണ്? നരകത്തിൽ പോണേണെന്ന്. ഉടനെ ധ്യാനത്തിൻ്റെ എല്ലാ കൺട്രോളും പോയി. എടി നരകത്തിൽ ചെല്ലുമ്പോൾ നിന്റെ അപ്പൻ എൻ്റെ അമ്മായിയപ്പനെ കാണും ചോദിച്ചെന്ന് പറഞ്ഞേക്കുന്നു. ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ. ധ്യാനം കൂടി വന്ന ആ ചേച്ചി ചെയ്ത വലിയ തെറ്റല്ലേ? അയാൾ എന്തുമാത്രം എളിമപ്പെട്ടിട്ട് അല്ലേ ധ്യാനവും കൂടി വന്ന് നമുക്ക് പള്ളിയിൽ പോവാന്ന് ഒരാഗ്രഹം പ്രകടമാക്കിയപ്പോൾ എന്തുമാത്രം എളിമപ്പെടണം. നമ്മുടെയൊക്കെ കുടുംബത്തിലുള്ള പ്രശ്നം ഈ രണ്ട് ആസ്പെക്റ്റാണ്, ഫർഗീവിങ് ആൻഡ് ഫർഗെറ്റിംഗ് ലവ് ഇല്ലാത്തതാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞ 10 കാര്യങ്ങൾ പൂർണ്ണമായി. എന്താണ്? സ്നേഹം കൊണ്ടൊരു വീട് പണിയണമെങ്കിൽ കെയറിങ്, ഷെയറിങ്, ബെയറിങ്, ആക്സെപ്റ്റിംഗ്, അപ്രീഷിയേറ്റിംഗ്, അഡ്ജസ്റ്റിംഗ്, സപ്പോർട്ടിംഗ്, ഫർഗീവിങ്, ഫർഗെറ്റിംഗ്, ലവ് വേണം.